ടണ്ടടൻ. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇതാ. ഈ ചിക്കനും കൊണ്ട് നല്ല അടിപൊളി ഒരു നാടൻ രീതിയിൽ വലിയ ഭാരി വലിച്ചുള്ള സാധനങ്ങളൊന്നുമില്ലാതെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നാടൻ രീതിയിലൊരു ചിക്കൻ കറി, അതാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ, ചിക്കൻ കഴിക്കുന്നവർക്കൊക്കെ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ കോഴി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് വലിയ പീസാക്കണ്ട, നമുക്ക് കറിക്കുള്ള രീതിക്കാണ് ഞാനിപ്പോൾ അരിയുന്നത്. ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് കറി പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ചോരമായൊക്കെ ഒന്ന് മാറണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകി എടുത്തിട്ട് കറി റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെട്ടി നല്ലപോലെ കഴുകി ഇതേപോലെ ഒരു കൊട്ടക്കകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്നത് കറിക്ക് വേണ്ടി 1 കിലോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. തുറന്നിട്ട് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അങ്ങോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കുക. ഇതേപോലെ നന്നായിട്ട് പുരട്ടി ഇങ്ങോട്ട് വെക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കും. നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട്. ഏതായാലും അരമണിക്കൂർ സമയമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഈ പാനൊന്ന് ചൂടായതിന് ശേഷം ഒരു തേങ്ങയുടെ പകുതി അതിൻ്റെ പീര് ഈ പാൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇളക്കി കൊടുത്ത് ഇപ്പോൾ തേങ്ങ വറക്കുന്നതിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇതൊരല്പം സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു അരമണിക്കൂർ ചിക്കൻ ഇരിക്കട്ടെ. ആ സമയം കൂടെ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അതുപോലെ മീഡിയം രീതി വേണം തീ വെച്ച് കൊടുക്കാൻ. തീ കൂട്ടി കഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ പെതുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഈ തേങ്ങാപ്പീരയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. കാര്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ ഇത് നല്ലപോലെ ചുമന്ന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മുളകാണ്. 1 കിലോ ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് ഏകദേശം ഒരു 10-20 മുളകുണ്ട്, വറ്റൽമുളക്. ഇതേപോലെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എരിവൊക്കെ പലർക്കും പല രീതിയിലുള്ള എരിവ്. അപ്പോൾ അതനുസരിച്ച് വേണം മുളകൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് മൂത്ത് കിട്ടും. തേങ്ങയൊക്കെ മൂക്കുന്നതിന് മുമ്പ് തന്നെ മുളകൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ മുളക് ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി മല്ലിയും കൂടെ ചേർക്കാം. ചിക്കൻ അനുസരിച്ച് മല്ലി ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഞാനൊന്ന് മുറിച്ചെടുത്താണ്. ഒരു 3-4 ഗ്രാമ്പു, അതേപോലെ 3-4 ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കാര്യം തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മൂത്തുള്ളൂ. ഒരേ രീതിയിൽ തന്നെ നമുക്കത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വെവ്വേറെ നമുക്കത് റെഡിയാക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. ഇനി നമുക്ക് ഈ പാൻ്റെ അകത്തുനിന്ന് ഈ വറുത്തൊക്കെ ഇങ്ങോട്ട് മാറ്റാം. ഇതൊന്ന് അരയ്ക്കാൻ കൊടുക്കണം. ഇതാ നല്ലപോലെ തരച്ചോട്ട് അത് അരയ്ക്കാൻ പോയി. ഇനി നമുക്ക് ഇതേപോലെ, അതായത് കറി ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്, അതേപോലെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെക്കുക. ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി. ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടണം, അതാണ് നല്ലത്. ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
ഒന്ന് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം രീതിയിലുള്ള 3 സവോള ഇതുപോലെ കൊത്തി അരിഞ്ഞ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത് കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പം ഒരല്പം സവോള കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. കാര്യം ഇത് അപ്പത്തിനോ ചോറിനോ നെയ്ച്ചോറിനോ ആ രീതിക്കാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രേവി വേണം. അതുകൊണ്ടാണ് 3 സവോള എടുത്ത് അതിന് ശേഷം ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. നമ്മുടെ എരിവിന് പാകത്തിന് പച്ചമുളകോട് ചേർക്കുക. ഞാൻ 2 പച്ചമുളക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളകോട് മുറിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. അതുകൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതേപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല പഴുത്ത് നോക്കി 2-3 തക്കാളി എടുക്കും. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തക്കാളിയും കൂടെ ഇട്ട ശേഷം ഒന്ന് ഇളക്കി. അതെ, തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേസ്റ്റ് ആകുമൊന്നും വേണ്ട. ഇതേപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയിട്ട് നമുക്കിനി ചിക്കനും ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ മേളിലേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില അതുകൂടെ ഒന്ന് പിച്ചി കയറി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി. ഇപ്പോൾ ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ മസാലപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ചിലപ്പോൾ ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ അത്യാവശ്യം ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കും. ഇപ്പോൾ സബോളയ്ക്കും ചിക്കനും ഒക്കെ നമ്മൾ ഉപ്പ് കൂടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ പോരാഴിക്കട്ടെ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെക്കും. ഇനി നമുക്ക് ഒരു പകുതി വേവാകുമ്പോൾ തുറന്ന് നോക്കാം. എത്ര സമയം ഒന്നിരിക്കും. ഇപ്പോൾ അരപ്പൊക്കെ ദേ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ പകുതി വേവും ആയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം. ഒരു അടിപൊളി ഒരു കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. ഉമ്മ പറഞ്ഞൊന്നും ഉണ്ട്. പകുതി വേവായതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി എടുക്കാം. അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട. കാര്യം നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇച്ചിരി മല്ലിയില ഇടുമ്പോൾ നല്ലതാണ്. ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഒന്നുകൂടെ അടച്ച് വെക്കാം. ഒരല്പം സമയം കൊണ്ടിരിക്കട്ടെ. നല്ലപോലെ ഒരു തിള വരണം. കൊതിപ്പിക്കുന്നൊരു മണമാകട്ടോ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും പോരാഴിക ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി ഒരല്പം ഗ്രേവി എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാ പറയുക, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരാഴി ഉണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കും. അടിപൊളി കേട്ടോ, സൂപ്പർ കേസ്. എനിക്ക് ഇച്ചിരി എരിവോടെ വേണം. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ ഓക്കെ. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. കുരുമുളക് പൊടി ഇട്ട് അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരല്പം ചാറോട് കൂടിയുള്ള കറിയാണ്. നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയോ പത്തിരിയോ അങ്ങനെയുള്ള ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ വേറെ ആരുണ്ട് ഇതിനകത്ത് സോസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും. ഇത് നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇപ്പോൾ പാകത്തിനുള്ള എല്ലാ ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് കറി റെഡി ആയതിന് ശേഷം താത്ത അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് പാനൊന്ന് അടുപ്പത്ത് വെക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ചിക്കൻ കറി വെച്ചിരിക്കുന്ന നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിനൊക്കെ ഇച്ചിരി കടുകൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. പാനം ചൂടായതിന് ശേഷം ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇച്ചിരി കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക.
കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നത് അതും ഇട്ട് ഇച്ചിരി കരിയാപ്പലയും കൂടെ അങ്ങോട്ട് ഇടാം. അപ്പോൾ താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിക്കും. അടുപ്പൊക്കെ നിർത്താം. ഇതിപ്പോൾ അധികം എണ്ണയൊന്നുമില്ല. ഈ താളിച്ച് വെച്ചിരിക്കും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ ചിക്കൻ കറികൾ, ചിക്കൻ വറുത്തതും പൊരിച്ചതും ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ചിക്കൻ കറി വെക്കാൻ ഒരു പക്ഷേ പലർക്കും അറിയത്തില്ല. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ അറിയാവുന്നൊരു സംശയം. അപ്പോൾ അവർക്കൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. കാര്യം ഇത് മറ്റ് സോസുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാവുന്ന. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു നോക്ക്. നിങ്ങൾ നല്ലതേ പറയത്തുള്ളൂ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.